വെൽക്കം ടു അച്ചൂസ് ഡിസൈൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൈനാപ്പിൾ മിൽക്ക് ഷേക്കുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ്. മാത്രമല്ല ഈ വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റിയൊരു ടേസ്റ്റി ഡ്രിങ്കാണ്. അപ്പോൾ ഈ മിൽക്ക് ഷേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ: ഒരു മീഡിയം സൈസ് പൈനാപ്പിൾ ഞാൻ തൊലി കളഞ്ഞ് ഭംഗിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു പഴവും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പഴവും ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്തിടുകയാണ്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം അധികം ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ്. നാരുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാനൊന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാനൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. ഇവിടെ അരിച്ചെടുത്ത് കഴിഞ്ഞ് ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഐസ് ക്യൂബ്സ് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനോടൊപ്പമുള്ള കുഞ്ഞ് ബെൽ ബട്ടനോട് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ഞാൻ അശ്വതി. ടേക്ക് കെയർ. ബൈ.